ഹലോ ഗായ്സ്, വാട്ട് ഈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും ബിഫോർ പ്ലേയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. 2024 സ്വാഗതം. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ 2-3 വർഷങ്ങളായി ഞാൻ എൻ്റെ ചാനലിനെ പറ്റി അധികം സെറ്റപ്പ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ സെറ്റപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ആൻഡ് അതുകൂടാതെ നമ്മുടെ ചാനലിൽ വരുന്ന കുറച്ച് മാറ്റങ്ങൾ, അതിനെപ്പറ്റിയും കൂടി ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, 2024 നമ്മുടെ ഗോൾസ് എന്താണ്, ആൻഡ് ചെറിയ ചേഞ്ചസ് നമ്മൾ ഈ ചാനലിലേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുക. ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഗൈസ്, ഇതാണ് സെറ്റപ്പ്. നമ്മുടെ അധികം ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല. ലൈക്ക് കോൺസോൾ ഞാൻ ഇപ്പോഴും കളിക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഇപ്പോഴും കോൺസോൾ തന്നെയാണ് ഗെയിംസ് കളിക്കുന്നത്. പി സിയിൽ ഗെയിംസ് ഒന്നും കളിക്കാറില്ല, കുറവാണ്. പി സി ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് എഡിറ്റിങ്ങിന് വേണ്ടിയാണ്, പിന്നെ കുറച്ച് വർക്ക് റിലേറ്റഡ് ഐറ്റംസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ സെയിം. നമ്മൾ എൻ്റെ ഈ 2 കോൺസോൾസ് ഉണ്ട്, Xbox സീരീസ് എക്സും PS5 കൂടി. രണ്ടും എൻ്റെ ഈ ടി വിയുടെ ബാക്കിലാണ് വെച്ചേക്കുന്നത്. നമുക്കൊന്നാമത് സ്പേസ് ഇല്ല ഇവിടെ ടേബിളിൽ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിൽ വെച്ചേക്കുന്നതിലേക്ക് അത് ഞാൻ ഹീറ്റൊന്ന് കിട്ടാത്ത പോലെ. പിന്നെ വയർ ഫുള്ള് മെസ്ഡാണ്, അതുകൊണ്ട് തന്നെ അധികം നല്ല രീതിയിലൊന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ വയറിനൊന്നും ഞാൻ ഇതായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ കറൻ്റ് ഞാൻ റെക്കോർഡ് ചെയ്തേക്കുന്നത് എൻ്റെ ഫോണിൽ കൂടിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ കോൺസോൾ കണ്ട സ്ഥിതിക്ക് ഇനി നെക്സ്റ്റ് തിങ് എന്നത് LG EVO C2 എന്ന് പറഞ്ഞൊരു ടി വി ആണ്, ഗെയിമിംഗ് ടി വി ആണ്. ഇതിൽ 4K അപ് ടു 120 FPS വരെ നമുക്ക് ഇതിൽ ലഭ്യമാണ്. ഓക്കെ, കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുവാണെങ്കിൽ ഈ ടേബിളിൽ തന്നെ നമുക്കുള്ളത് ഒരു കീബോർഡാണ്. ഇത് ബേഷ്യൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. ബട്ട് ഞാൻ നോക്കിയപ്പോൾ വളരെ എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ബിക്കോസ് എനിക്ക് നമ്പേഴ്സൊക്കെ ഇല്ലെങ്കിൽ, സ്പെഷ്യലി ഞാൻ വർക്കിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, നമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ റേസറിൻ്റെ ഒരു മൗസാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ എനിക്ക് ആക്ച്വലി കൃത്യമായിട്ട് അറിയില്ല, ബട്ട് എന്തായാലും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് തിങ് പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ 2 ഇയർഫോൺസ് ഉണ്ട്. ഹെഡ്ഫോൺസാണ് ഈ രണ്ടും കൂടി. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയാണ്. ഈ സോണിയുടെ CH520 എന്ന് പറഞ്ഞൊരു മോഡലാണിത്. അത്യാവശ്യം നല്ല ഇതാണ്, ബാറ്ററി ഇതിൻ്റെ സൂപ്പറാണ്. എഡിറ്റിംഗ് പർപ്പസിനൊക്കെ ഞാൻ അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഗെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ ആസ്ട്രോയുടെ A10 എന്ന് പറഞ്ഞൊരു ഹെഡ്ഫോൺ. ഇത് വയർഡാണ്, വയർലെസ് അല്ല, വയർഡാണ്. ഇതിൻ്റെ ഫോമൊക്കെ ഇളകി തുടങ്ങി. ഇപ്പം റീസെൻ്റ്ലി ആയിട്ട് കുറേ ലോങ് സെഷൻ ഗെയിംസൊക്കെ കളിക്കാനുണ്ടാകുന്ന തോന്നുന്നു പോയി തുടങ്ങി. ഞാൻ വേറെ നോക്കുന്നുണ്ട്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ എഴുതിയടിച്ചാൽ മതി. നെക്സ്റ്റ് തിങ് നമ്മുടെ മെയിൻ ക്യാമറ. സോ ഈ ക്യാമറയാണ് നമ്മൾ കുറേ നാൾ, എൻ്റെ കയ്യിൽ ഐ തിങ്ക് ഒരു 5 to 6 years എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഞാൻ കറൻ്റ് ഇത് ഫേസ് ക്യാമിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ഇൻട്രോസ് പർപ്പസിന് വേണ്ടി മാത്രം. ഇൻട്രോസിന് മാത്രമേ ഇതിൽ ഞാൻ ചെയ്യുന്നുള്ളൂ. പണ്ട് ഞാൻ വ്ളോഗിങ് ചെയ്യാൻ നേരത്ത് ഒക്കെ എടുത്ത സമയത്തൊക്കെ യൂസ് ചെയ്തത്. ഇപ്പം വ്ളോഗിങ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നു ഇത്ര വർഷമായിട്ട്.
ബട്ട് ഫൈനലി നമ്മളിപ്പം ഡയറക്റ്റ് ഇൻട്രോ പർപ്പസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുവാണെങ്കിൽ എൻ്റെ സെക്കൻഡ് ക്യാമറ എന്ന് പറയുന്നത് ലോജിടെക്കിൻ്റെ ബ്രിയോ എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഇതാണ്, പക്ഷേ ലൈറ്റിംഗ് കുറച്ച് നന്നായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലൊരു പെർഫോമൻസ് ചെയ്യത്തുള്ളൂ കേട്ടോ. ബട്ട് ലൈക്ക് 60 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി എടുത്തത് എസ്പെഷ്യലി ഫോഴ്സയുടെ വീൽസിൻ്റെ ഒക്കെ ക്യാമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മെയിൻലി യൂസ് ചെയ്യുന്നത്. ഫേസ് ക്യാമിന് വേണ്ടിയല്ല, വീൽ ക്യാമിന് വേണ്ടിയാണ് മെയിൻ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്യാമറ. ഒരു ക്യാമറ കൂടി എൻ്റെ കയ്യിലുണ്ട്, ലോജിടെക്കിൻ്റെ പഴയത് നമ്മൾ പണ്ട് മുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് ലോജിടെക്കിൻ്റെ C922 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ഞാൻ 2016 15 ആ ടൈമിലൊക്കെ കണ്ടെടുത്താണ്. ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സൂപ്പറാണ്. ഇതാണ് ഇപ്പോഴും ഞാൻ ഫേസ് ക്യാമിന് യൂസ് ചെയ്യുന്നത്. ഇതിനധികം ലൈറ്റിംഗ് ഒന്നും ആവശ്യമില്ല, ഒരു ചെറിയ റിംഗ് ലൈറ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. റൈറ്റ്, നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ഇതിൽ പോവുകയാണെങ്കിൽ ഇതെൻ്റെ എൽഗാട്ടോൻ്റെ ന്യൂ എഡിഷനാണ് കേട്ടോ. ബിക്കോസ് കോൺസോളൊക്കെ പുതിയ വന്ന സ്ഥിതിക്ക് 120 FPS അല്ലെങ്കിൽ 60 FPS ഒക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ പഴയ എൽഗാട്ടോയുടെ ക്യാപ്ചർ കാർഡ് നടക്കത്തില്ലായിരുന്നു, ന്യൂ വേർഷനിൽ വർക്ക് ചെയ്തുള്ളൂ. സോ അതുകൊണ്ട് ഇത് എടുക്കേണ്ടി വന്നു. ബട്ട് ഇതും നല്ല സൂപ്പർ സാധനമാണ്. ഇതിനുള്ള സൂപ്പർ സാധനം 4K ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഫോക്കസ് അങ്ങനെ റെക്കോർഡ് ചെയ്യാറില്ല. 4K ഒക്കെ ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് ലൈക്ക് നമുക്ക് മാക്സിമം 30 or 60 ഒക്കെ കിട്ടത്തുള്ളൂ. 120 കളിക്കാൻ പറ്റത്തില്ല, അത് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ബട്ട് റെക്കോർഡിംഗ് പർപ്പസ് നൈസാണ്, അധികം ഹെവി ഒന്നും ആവത്തില്ല. നമ്മുടെ സിസ്റ്റമൊക്കെ നല്ല സ്മൂത്തായിട്ട് റെക്കോർഡ് ചെയ്തത്. പിന്നെ അതുകൂടാതെ എൻ്റെ കയ്യിൽ വേറെ ഡിവൈസ് ഉണ്ട്. ഐ ഡോണ്ട് നോ ലൈക്ക് ഇത് ഞാൻ എൻ്റെ ചാനൽ ഇതിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന്. ബ്രൂക്ക് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ്. ഇത് അഡാപ്റ്ററാണ് ആക്ച്വലി. എൻ്റെ സ്റ്റിയറിംഗ് വീൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ സ്റ്റിയറിംഗ് വീല് Xbox വേർഷനാണ്, Xbox അല്ലെങ്കിൽ PC വേർഷനാണ്. അത് PS5 എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ PS5 എനിക്ക് ഗ്രാൻഡ് ടൂറിസ്മോ കളിക്കണമെങ്കിൽ, ഗ്രാൻഡ് ടൂറിസ്മോയ്ക്ക് വേണ്ടി മാത്രമേ PS5 എടുത്തത്. സോ ഗ്രാൻഡ് ടൂറിസ്മോ കളിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, പുതിയ വീൽസ് മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് വിറ്റിട്ട് വേറെ മേടിക്കേണ്ടി വരും. അപ്പോൾ അതാകുമ്പോൾ ഫോഴ്സ് എനിക്ക് കളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു സാധനം ബ്രൂക്ക് എന്ന് പറഞ്ഞു. ഇതൊക്കെ അഡാപ്റ്ററാണ്. നിങ്ങൾക്ക് ഇത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിയറിംഗ് വീല് ഐ തിങ്ക് ലോജിടെക്കിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്, ക്രിസ് മാസ്റ്റർ വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ ലോജിടെക്കിനെ സപ്പോർട്ട് ചെയ്യും. സോ ഇത് Xbox വേർഷൻ ആണെങ്കിൽ അത് PS5 യൂസ് ചെയ്യാൻ പറ്റും, Xbox യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ ലൈക്ക് ജസ്റ്റ് കേബിൾ കണക്ട് ചെയ്താൽ മതി. ഞാൻ PS5 കളിക്കാൻ നേരത്തെ ഇവിടെ പ്ലഗ് ചെയ്യാറുണ്ട്, ഇവിടെ ഈ ഭാഗത്ത്. Xbox ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കൺവേർഷൻ്റെ ആവശ്യമില്ല, ബിക്കോസ് എൻ്റെ Xbox വേർഷൻ ആയതുകൊണ്ട്. റൈറ്റ്, സോ ഇത്രയും പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. എൻ്റെ തന്നെ അടുത്ത് പോവുകയാണെങ്കിൽ എൻ്റെ PC ആണ് കേട്ടോ. PC സ്പെക്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വരുമ്പോൾ കുറച്ച് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ബട്ട് എന്തായാലും ഞാൻ പറയാം. 32 GB ആണ്, i7 ആൻഡ് 2 TB അതിൻ്റെ സ്പേസ് ഉണ്ട്. ആൻഡ് അത് കൂടാതെ ഇത് ഗ്രാഫിക്സ് കാർഡ് ഉള്ളത് 4060 Ti ആണ്. ഓക്കെ, പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ഇത് കസ്റ്റം ബിൽട്ടാണ് ഷോപ്പിൽ നിന്ന് എടുത്തേക്കുന്നത്. റൈറ്റ്, ആൻഡ് കുറച്ച് പ്രൈം ബോട്ടിൽസ് ഒരു സമയത്ത് ക്രേസ് ആയിരുന്നു എടുക്കാനുള്ളത്, സോ അതുകൊണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് തിങ് നമുക്ക് ഉള്ളത് മോണിറ്റർ. ഇത് ഞാൻ ബ്രാൻഡിൻ്റെ ഒരു മോണിറ്ററാണ് യൂസ് ചെയ്യുന്നത്. 27 ഇഞ്ചാണിത്. 27 ആണോ 29 ആണോ എന്നൊരു സംശയമുണ്ട്. ബട്ട് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ്. ഓക്കെ, 27 എന്ന് വിചാരിക്കും. 27 ഇഞ്ചിൻ്റെ ഒരു ഇതാണ്. ഇത് 140 Hz വരെ ഉള്ളതാണ്. പക്ഷേ ഞാൻ ഗെയിമിങ് യൂസ് ചെയ്തില്ല, എഡിറ്റിങ്ങും പിന്നെ ചാറ്റ് റീഡിങ്ങും ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഫോക്കസില്ല. റൈറ്റ്, പിന്നെ അത് കൂടാതെ ഈ വർഷം ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന എൻ്റെ ഒരു പുതിയ മൈക്ക്. ഇത് C5 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു മൈക്കാണ്. ഞാൻ നോക്കുന്നുണ്ട് ലൈക്ക് ഈയിടെയായിട്ട് മൈക്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. സോ ഈ ഒരു സാധനമുണ്ട്, കുറച്ച് ചീപ്പാണ്, ബട്ട് ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്, സൗണ്ടൊക്കെ. അപ്പോൾ കറൻ്റ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ലൈക്ക് ഇതിൻ്റെ വേർഷനല്ല, ഇതിൻ്റെ ഫോണിലുള്ള മൈക്രോഫോണാണ്. ബട്ട് യൂഷ്വലി ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളി ക്വാളിറ്റി ഉണ്ട്. പ്രീവിയസ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടോട്ടൽ ബീറ്റിൻ്റെ ഒരു സ്ട്രീം മൈക്കായിരുന്നു. അത് വളരെ മോശമായിരുന്നു, ആവശ്യമില്ലാത്ത സൗണ്ട് എല്ലാം പിടിച്ചെടുക്കുമായിരുന്നു. പക്ഷേ ഇത് ഒരുപാട് സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റൈറ്റ്, ഇതാണ് സംഭവം. പിന്നെ നെക്സ്റ്റ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഇത് നമ്മുടെ പഴയ പാർട്ട്ണർ ഇത്രയും വർഷം ഐ തിങ്ക് 2013 or 14 മുതൽ 2022 വരെ, ഐ തിങ്ക് 23 സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലാപ്ടോപ്പാണ്. ലൈക്ക് അന്ന് മുതൽ സ്ട്രീമിങ്ങും എഡിറ്റിങ്ങും വീഡിയോ അപ്ലോഡിങ്ങും എഡിറ്റിങ് എല്ലാ പർപ്പസിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ബട്ട് സംഭവം ഇപ്പോഴും സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അതിൻ്റെ ബാറ്ററി ക്വാളിറ്റിയും സൂപ്പറാണ്. അന്ന് എടുത്തത് എനിക്ക് വർത്ത് ആയെന്ന് തോന്നുന്നു.
റൈറ്റ്, നെക്സ്റ്റ് തിങ് നമ്മുടെ കളക്ഷനകത്തുള്ള കൺട്രോളേഴ്സാണ്. ഓക്കെ, സോ ഇത് എൻ്റെ ഏറ്റവും ഫസ്റ്റ് കൺട്രോളർ എക്സ് ബോക്സ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. പക്ഷേ PUBG ഒക്കെ കളിച്ച് സ്റ്റിക്കൊക്കെ അതിൻ്റെ അങ്ങ് പോയി. പിന്നെ അത് പോയ സ്ഥിതിക്ക് ഞാൻ വേറെണ്ണം മേടിച്ചു. ഇതാണെങ്കിൽ ഡ്രിഫ്റ്റ് ഇഷ്യൂസ് വരുവാണ്, ഫുള്ള് ഡ്രിഫ്റ്റിംഗ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ അധികം യൂസ് ചെയ്തില്ല. പിന്നെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്തു ഇതിലേക്ക്. ഇത് സൂപ്പറായിരുന്നു, പക്ഷേ കോഡൊക്കെ കളിക്കാൻ തുടങ്ങി. പിന്നെ കോഡൊക്കെ ഒരുപാട് അഡിക്റ്റ് ആയിരുന്നു ആ സമയത്ത്. പക്ഷേ ഇതിൽ ആയതുകൊണ്ട് ഞാനിത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു ടേർട്ടിൽ ബീച്ചിൻ്റെ ഒരു കൺട്രോളർ വാങ്ങിയായിരുന്നു. ഇതായത് ഇത് സൂപ്പറാണ് കേട്ടോ. എല്ലാ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ചീപ്പാണ്. നമ്മുടെ സാധാ കൺട്രോളറിൻ്റെ പ്രൈസേ ഉള്ളൂ ഇതിന് ബാക്ക് ബട്ടൺസൊക്കെ ഉണ്ട്. രണ്ട് ബട്ടൺസേ ഉള്ളൂ. പക്ഷേ അത് യൂസ്ഫുള്ളാണ്, സൂപ്പർ യൂസ്ഫുള്ളാണ്. ക്രൗച്ചും പിന്നെ ജമ്പ് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. കോഡൊക്കെ കളിക്കുന്നവരാണെങ്കിൽ അതൊക്കെ സൂപ്പറായിരിക്കും. ഇത് PC യും എക്സ് ബോക്സും ഒക്കെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതിലൊന്നും PS5 വേർഷൻ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ബട്ട് ആ ഒരു പ്രൈസ് നോർമൽ കൺട്രോൾ മേടിക്കുന്ന ആ പ്രൈസിൽ കിട്ടിയ. പക്ഷേ ഇതിൽ ആപ്പാടെ ഒരു നെഗറ്റീവ് പോയിന്റ് ഞാൻ കാണുന്നത് ഇത് വയർഡായിരിക്കും കേട്ടോ. വയർലെസ്ലി ഇത് വർക്ക് ചെയ്യത്തില്ല, വയർഡാണ് ഫുള്ള്. ബട്ട് ഞാൻ എപ്പോഴും വയർഡായിട്ട് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിൻ്റെ വയർലെസ് വേർഷൻ ഉണ്ട്. ഐ ഹേർഡ് ലൈക്ക് ഇതിൻ്റെ വയർലെസ് വരുന്നുണ്ട്, ഇതിൻ്റെ പുതിയൊരു വേർഷൻ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ റിലീസെന്ന് എനിക്കറിയില്ല. അതിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റി ഡ്രിഫ്റ്റ് ഇഷ്യൂ, ലൈക്ക് മെയിൻലി എല്ലാ കൺട്രോളേഴ്സ് വരുന്ന ഒരു ഇഷ്യൂ ആണ്. ആ പുതിയ വേർഷനിലത്ത് ആൻറ്റി ഡ്രിഫ്റ്റ് ആയിരിക്കും. സോ ലൈക്ക് ഡ്രിഫ്റ്റ് ഇഷ്യൂസ് വരാൻ സാധ്യതയില്ല. പിന്നെ നെക്സ്റ്റ് തിങ് നമ്മുടെ പുതിയൊരു കൺട്രോളറാണ്. ഇത് എലീറ്റിൻ്റെ നമ്മുടെ എലീറ്റ് സീരീസ് 2ൻ്റെ കൺട്രോളറാണ് എക്സ് ബോക്സിൻ്റെ. ഇത് ഞാൻ റീസെൻ്റ്ലി ഓഫർ വന്നിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഷോ യു ഇറ്റ്. ഈ സാധനം നമ്മുടെ സാധാ കൺട്രോളർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് സൈസൊക്കെ സെയിം ആണ്. പക്ഷേ ഇത് ഹെവിയാണ്, കുറച്ച് ഹെവിയാണ്. ഇതിൻ്റെ ബാക്കിൽ 2 ബട്ടൺസ് ഉണ്ട്. പിന്നെ ട്രിഗേഴ്സിൻ്റെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്രമാത്രം ഫുൾ ട്രിഗർ ഞെക്കണോ അതോ പകുതി എഴുതിയോ അതൊക്കെയാണ്. പിന്നെ ബട്ടൺസൊക്കെ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ 4 ബട്ടൺസ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ട്രിഗേഴ്സ്, പിന്നെ ഇതാ ഇവിടെ പ്ലസ് പോലത്തെ ഒരു ബട്ടൺ, ഇത് വേണമെങ്കിൽ നമുക്ക് സ്വാപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ കിട്ടിയ പോലെ തന്നെ യൂസ് ചെയ്യണം. അധികം ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല, മാറ്റങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇത്ര പ്രൊഡക്ട്സേ ഉള്ളൂ നമ്മുടെ കയ്യിലിപ്പോൾ. സോ ഇത്ര പ്രൊഡക്ട്സേ ഉള്ളൂ ഞാനിപ്പോൾ ലൈക്ക് അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത്. ഇത്ര ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. മെയിൻ തിങ് ഞാൻ ഫോഴ്സൊക്കെ കളിക്കുന്നതിൻ്റെ മെയിൻ ഡിവൈസ് സ്റ്റിയറിംഗ് വീൽ, അതൊന്ന് ഞാൻ കാണിച്ചേക്കാം. നിങ്ങൾ പറഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ടേബിളിലാണ് മൗണ്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ സീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ റേസിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു സീറ്റാണ്. ഇത് കുഴപ്പമില്ല, ചില സമയത്തേക്ക് സൗണ്ടൊക്കെ ഉണ്ടാകാറുണ്ട്, അതേ ഉള്ളൂ ഇപ്പോഴത്തെ എനിക്ക് ഇഷ്യൂ തോന്നിയിട്ടുള്ളൂ. ബട്ട് അതർവൈസ് സൂപ്പറാണ് സാധനം. പിന്നെ കുറച്ച് സ്പേസൊക്കെ വേണം, എൻ്റെ ഇവിടെ സ്പേസ് വളരെ കുറവാണ്. ആ ഒരു ഇഷ്യൂ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഇതെൻ്റെ പഴയ വീലല്ല, ഇത് പുതിയ വീല കേട്ടോ. ഞാൻ അപ്ഗ്രേഡ് ചെയ്തിരുന്നു. ഇതതിൻ്റെ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്, ട്രൂ ഫോഴ്സ് എന്ന് പറഞ്ഞത്. മറ്റേത് ഞാൻ G920 ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് G923 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പഴയ സ്റ്റിഫ് ഷിഫ്റ്റർ തന്നെ ഇത് ഇപ്പോഴും യൂസ് ആകും. ആൻഡ് പാഡൽ തേൻ്റെ ഇവിടെ താഴെ ഇവിടെ ഉണ്ട്. ഇത് ലൈക്ക് ഇപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. സൂപ്പർ അടിപൊളി സാധനമാണ് ഇത്. ഒരുപാട് ഗെയിംസ് ഇതിൽ കളിക്കുന്നുണ്ട്. ഫോഴ്സ് കളിക്കുന്നുണ്ട്, പുതിയ വന്ന ക്രൂ കളിക്കുന്നുണ്ട്, മോട്ടോർ സ്പോർട്സ് കളിക്കുന്നുണ്ട്, അസറ്റ് കോഴ്സ് കളിക്കുന്നുണ്ട്, മഡ് റണ്ണർ കളിക്കുന്നുണ്ട്, സ്നോ റണ്ണർ കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രക്ക് സിമുലേറ്റർ ഉണ്ടല്ലോ, അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ അസറ്റ് കോഴ്സ് ഉണ്ടായിരുന്നു. ഗ്രാൻഡ് റൂസ്മോ ആണ് അതും കളിക്കുന്നുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കണക്ടർ യൂസ് ചെയ്തേക്കുന്നത്. അത് സൂപ്പറാണ്. സോ നിലവിൽ ഇത്രയും ഗെയിംസാണ് ഞാൻ ഇപ്പം കളിക്കുന്നത്. മെയിൻലി കൂടുതലും റേസിംഗ് ഗെയിംസിലേക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ അതിലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്ത് പോവുകയാണ്. സോ ഇതാണ് എൻ്റെ ഒരു മിനിമം സെറ്റപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ ഞാൻ അതിനായിട്ട് ഡെഫിനറ്റ് ചെയ്യുന്നതാണ്. മെയിൻ തിങ് ഇവിടെ വയർ ഇഷ്യൂ ആണ് എൻ്റെ ഇവിടെ കണ്ടിലേക്ക്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അധികം കാണത്തില്ലായിരിക്കും, പക്ഷേ അണ്ടർനീത്ത് ലൈക്ക് ടേബിളിൽ താഴെ പോയി കഴിഞ്ഞാൽ ഫുള്ള് കേബിൾ വയർസ്, അവിടെയും ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയും കുറേ വയർസ് ഉണ്ട്. സോ തൽക്കാലം അവിടെ മറിഞ്ഞിരിക്കട്ടെ. ഓക്കെ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നെ എഴുതി അറിയിക്കുക.
സോ ഇത്ര ഐറ്റംസാണ് ഈ കഴിഞ്ഞ വർഷം ഞാൻ അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത്. കുറച്ച് ഐറ്റംസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മെയിൻലി PC ആണ് അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത്, പിന്നെ TVയും അത്രേ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി pretty much എല്ലാം സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് തിങ് നമ്മുടെ ചാനലിലേക്ക് വന്നേക്കുന്ന കുറച്ച് മാറ്റങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കുറച്ച് നാൾ ടൂൾസ് ഒന്ന് കളിക്കാതിരിക്കുകയാണ് ഞാൻ പറഞ്ഞത്. നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു മെയിൻലി, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ചെയ്യാൻ അത്രയൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ ഈ വർഷം നമ്മളതെല്ലാം മാറ്റി സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ മെയിൻ P4 Play ചാനലിൽ ഞാൻ സ്റ്റോറി ഗെയിംസ് ചെയ്യുന്നതായിരിക്കും, ഡെയിലി ചെയ്യും. അത് കൂടാതെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഡെയിലി ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ അപ്ലോഡ്സ്, ബിക്കോസ് വർക്കൊക്കെ ഉള്ളതുകൊണ്ട്. മാക്സിമം ഞാൻ ചെയ്യാം. ഓക്കെ, എന്തായാലും ആഴ്ചയിൽ 1-2 വീഡിയോസ് കാണും. ആൻഡ് ലൈവ് ഡെയിലി കാണുന്നതായിരിക്കും. ഓക്കെ, സ്റ്റോറി ഗെയിംസ് കളിക്കുന്നതായിരിക്കും ചിലപ്പം. അത് കൂടാതെ അല്ലാതെ ഗെയിംസൊക്കെ ഞാൻ സോളോ ഗെയിംസ് മെയിൻലി ഇവിടെ, അല്ലെങ്കിൽ സ്റ്റോറി ഗെയിംസോ സോളോ ഗെയിംസൊക്കെ ഞാൻ ഇവിടെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് കൂടാതെ നമ്മുടെ മൾട്ടിപ്ലെയർ ഗെയിംസ്, മെയിൻലി മൾട്ടിപ്ലെയർ മീൻസ് കോപ്പ് ഗെയിംസ് അല്ല, ലൈക്ക് മൾട്ടിപ്ലെയർ, പ്രോപ്പർ മൾട്ടിപ്ലെയർ ഗെയിംസ് ലൈക്ക് കോഡ്, ബാറ്റിൽ ഫീൽഡ്, PUBG, FIFA, ഇങ്ങനത്തെ ഗെയിംസൊക്കെ ഞാൻ എൻ്റെ പുതിയൊരു ചാനലായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാത്ത പലരും കാണും. അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ്. ഈഗോട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഓൾമോസ്റ്റ് 2 months ആയി അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ചെക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ എന്തായാലും എക്സ്ക്ലൂസീവ്ലി നമ്മൾ അവിടെ ആയിരിക്കും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് ലൈവ് സ്ട്രീം ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അവിടെ മെയിൻലി ലൈവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓൺലൈൻ മൾട്ടിപ്ലെയർ കണ്ടൻറ്റ്സൊക്കെ അവിടെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സോ എല്ലാവരും പോയി അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അവിടുത്തെ സോഷ്യൽ മീഡിയയും കൂടി ഫോളോ ചെയ്യുക. ഓക്കെ, സോ പ്രീ മച്ച് ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. സോ മെയിൻലി ഏതെങ്കിലും സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ എന്നെ റീച്ചാൽ മതി. അതെന്തായാലും ഞാൻ ലൈവായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചാനൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ എന്തായാലും അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാനിങ്. ആൻഡ് പോകുന്ന ബോയ്സ്, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുക. ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈഗോട്ടിസ്റ്റിനും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അവിടെ ലൈവ് അപ്ലോഡ്സ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതൊരു ഗൈസ്, ബൈ, ടേക്ക് കെയർ. സോ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ, എൻജോയ് ആൻഡ് സീ യു സൂൺ ഗൈസ്. പീസ് ഔട്ട്.